കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വീണ്ടും പുരസ്കാര നിറവിൽ. ആർദ്ര കേരളം പുരസ്കാരത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് 2ാം സ്ഥാനം ലഭിച്ചു. 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ആരോഗ്യമേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് പുരസ്കാരം. കൂട്ടായ്മയുടെ വിജയമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ ആരോഗ്യമേഖലയിൽ നടപ്പാക്കിയ മികച്ച പ്രവർത്തനത്തിന്റെ അംഗീകാരമായാണ് സംസ്ഥാന സർക്കാരിന്റെ ആർദ്ര കേരളം പുരസ്കാരത്തിന് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെ പ്രാപ്തമാക്കിയത്. 3.5 വർഷത്തിനിടെ 4ാമത്തെ സംസ്ഥാന പുരസ്കാരമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെ തേടിയെത്തിയത്. കൂട്ടായ്മയുടെ വിജയം എന്നാണ് ആർദ്ര കേരളം പുരസ്കാരത്തിൽ 2ാം സ്ഥാനം ലഭിച്ചതിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ വിശേഷിപ്പിച്ചത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് സംസ്ഥാന സർക്കാരിന്റെ ആർദ്ര കേരളം പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് 2ാം സ്ഥാനമാണ് ജില്ലാ പഞ്ചായത്തിന് ലഭിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യമേഖലയിൽ, ശുചിത്വ മേഖലയിലൊക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. കണ്ണൂർ ജില്ലയിലെ 3 ജില്ലാ ആശുപത്രികൾ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണ്. നമ്മുടെ ആശുപത്രി, ആയുർവേദ ആശുപത്രി, ഹോമിയോ ആശുപത്രി, അവിടെയെല്ലാം മികച്ച സേവനങ്ങൾ നൽകാൻ വേണ്ടി സാധിക്കുന്നു. ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അനുദിനം ജില്ലാ ആശുപത്രിയെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ എത്തിച്ചേരുന്നുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ ആശുപത്രികളിലും അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താൻ ജില്ലാ പഞ്ചായത്തിന്റെ ഇടപെടൽ സഹായകമായി. ജില്ലാ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കൂടി സജ്ജമാകുന്നതോടെ ചികിത്സാ രംഗത്ത് വിപ്ലവകരമായ മാറ്റം ഉണ്ടാകും. ജില്ലാ ആയുർവേദ, ഹോമിയോ ആശുപത്രികൾക്കും മികച്ച പരിഗണനയാണ് ജില്ലാ പഞ്ചായത്ത് നൽകിയത്. ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ തന്നെ ഒരു ദിവസം 3000-ഓളം ആളുകൾ അവിടെ ചികിത്സയ്ക്കായി എത്തിച്ചേർന്ന് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആയുർവേദ ആശുപത്രിയായാലും ഹോമിയോ ആശുപത്രിയായാലും വ്യത്യസ്തമായിട്ടുള്ള പ്രൊജക്റ്റുകൾ നടപ്പിലാക്കിക്കൊണ്ട് ആളുകൾക്കുള്ള എല്ലാ സേവനവും അവിടെ ഉറപ്പുവരുത്തുകയാണ്. അതുകൂടാതെ നടത്തുന്ന പദ്ധതികൾ, അത് ഇപ്പം ഈ പട്ടികവർഗ മേഖലയിൽ ക്ഷയരോഗം ബാധിച്ചവർക്കുള്ള പോഷകാഹാര കിറ്റ്, ക്യാൻസർ, ഇപ്പോൾ കണ്ണൂർ ഫൈറ്റ് ക്യാൻസർ എന്ന പ്രൊജക്റ്റ് സംസ്ഥാനത്ത് മാതൃകയായ രീതിയിലാണ് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തത്. വിദ്യാലയങ്ങളുടെ ശുചിത്വം സംബന്ധിച്ച് അവിടെ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുന്നതും ആവശ്യത്തിന് ടോയ്ലറ്റുകൾ ഓരോ സ്കൂളിനകത്തും ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞൊരു 3 വർഷമായി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ മേഖലയിലും അവയവ മാറ്റം ഉൾപ്പെടെ, ഇപ്പം കൈകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് പകരം അതിൻ്റെ ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിൽ ജില്ലാ പഞ്ചായത്തിനൊരു മുൻകൈ ഉണ്ടായിട്ടുണ്ട്. ട്രാൻസ്ജെൻഡറിന് വേണ്ടിയുള്ള പദ്ധതികൾ പ്രത്യേകം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ കരൾ രോഗം, അതുപോലെ തന്നെ ഈ കിഡ്നി പേഷ്യൻസിനുള്ള സഹായങ്ങൾ, ഡയാലിസിസ് സംവിധാനം ജില്ലാ ആശുപത്രിയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ ആരോഗ്യ മേഖലയിൽ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു. അതിന് പിന്തുണ നൽകിയിട്ടുള്ള എല്ലാവർക്കും ഈ അവസരത്തിൽ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ നന്ദി അറിയിക്കുകയാണ്. ആരോഗ്യമേഖലയിലും ശുചിത്വത്തിനും മികച്ച പ്രവർത്തനം നടത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് ആർദ്ര കേരളം പുരസ്കാരം നൽകുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. ആരോഗ്യമേഖലയിൽ 1144 കോടി രൂപയുടെ പദ്ധതികളാണ് സംസ്ഥാനത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നടപ്പാക്കിയത്. എറണാകുളം ജില്ലാ പഞ്ചായത്തിനാണ് 1ാം സ്ഥാനം. കോർപ്പറേഷനുകളിൽ തിരുവനന്തപുരം 1ാം സ്ഥാനം നേടി. ജില്ലാതലത്തിൽ 1ാം സ്ഥാനം കതിരൂർ പഞ്ചായത്തിനാണ്. 2ാം സ്ഥാനം കോട്ടയം ഗ്രാമപഞ്ചായത്തിനും 3ാം സ്ഥാനം അഞ്ചരക്കണ്ടി പഞ്ചായത്തിനും ലഭിച്ചു. ആർദ്ര കേരളം പുരസ്കാരം ലഭിച്ചതിൽ ആഹ്ലാദം പങ്കിട്ട് ജില്ലാ പഞ്ചായത്തിൽ പ്രസിഡന്റ് പി ദിവ്യയുടെ നേതൃത്വത്തിൽ മധുരം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.